ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ആൻഡീസ് കിച്ചൻ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. എൻ്റെ വീഡിയോസ് സ്കിപ്പാവാതെ കാണണം. ഇന്ന് നമുക്ക് ഒരു ഫുൾ ചിക്കൻ മന്തി റെസിപ്പിയാണ്. ഒന്ന് കണ്ടു നോക്കാം. ഒരു ഫുൾ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാ ഭാഗവും ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 2 സവാള കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ചേർക്കാം. അല്പം മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളകും ചേർക്കാം. പിന്നെ 3 മാഗി ക്യൂബ് ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും ഇട്ട് കൊടുക്കാം. പകുതി ചെറുനാരങ്ങ നീരും ഇതിലേക്ക് ഒഴിക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർക്കാം. 2 ടീസ്പൂൺ മന്തി മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫുഡ് കളർ യെല്ലോ ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫുഡ് കളർ റെഡ് ഒരു നുള്ളും ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഈ മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. തിരിച്ചും മറിച്ചും ചിക്കൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു ഉരുളിയിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ പാടില്ല കേട്ടോ. ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയാൽ മറിച്ചിട്ടൊന്ന് കൊടുക്കാം. എല്ലാ ഭാഗവും വേവിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ചിക്കൻ ഫ്രൈ ആയാൽ ഒരു ട്രേയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം.
ഇനി റൈസിന് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പട്ട, കരയാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം, പട്ടയുടെ ഇല, ഉണക്കനാരങ്ങ. ഇതൊന്ന് മാറ്റിവെക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ നീര് മാറ്റിവെക്കാം. റൈസിൻ്റെ വെള്ളം തിളക്കുന്നതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ മാറ്റിവെച്ച പെരിഞ്ജീരകം, പട്ട ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ റൈസ് കഴുകി വാര വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറുനാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നും ഇളക്കാം. ചോറ് പാകത്തിന് വേവുള്ളപ്പോൾ എടുക്കണം കേട്ടോ. റൈസ് അധികം ഒന്നും വേവിക്കരുത് കേട്ടോ. റൈസ് തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നേരത്തെ ചിക്കൻ വറുത്ത ആ ഓയിലിലേക്ക് തന്നെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് കീറിയത് എല്ലാം ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ കനലെടുത്ത് പാത്രത്തിലിട്ട് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ കഴിക്കുന്ന നേരത്ത് റൈസിൻ്റെ മൂടി തുറന്ന് ഓരോ സൈഡിൽ നിന്നും മിക്സാക്കി വേറെ ഒരു ട്രേയിലേക്ക് മാറ്റി ഫ്രൈ ചെയ്ത ചിക്കനും കൂടി കഴിക്കാവുന്നതാണ്. റൈസ് ഓയിലിട്ട കാരണം എല്ലാ ടേസ്റ്റും റൈസിൽ പിടിക്കും. നല്ല ഫ്ലേവറാണ് റൈസിന് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.